ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ റബിയ ജാഫർ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ തമ്മിലിൽ കാണുന്ന പോലെ ക്ലീൻലിനെസ്, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ ക്ലീൻലിനെസ് വെച്ച് തുടങ്ങാം. ക്ലീൻനെസ് ഈസ് എ പാർട്ട് ഓഫ് ഫെയ്ത്ത് എന്ന് പറയും. അതുപോലെ തന്നെ ക്ലീൻനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്നൊക്കെ പറയും. അപ്പോൾ ക്ലീൻനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ സ്പിരിച്വാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് സ്പിരിച്വൽ ലൈഫിൽ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് ക്ലീൻനെസ് കൊടുക്കുന്നു എന്ന് നമുക്ക് നോക്കാമല്ലോ. ഒരുപാട് നമ്മളെ ഡ്രീംസ് റിയാലിറ്റി ആവണത് ക്ലീൻലിനെസ് ആദ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലാട്ടാണ്. അതായത് it can change the environment, it can change all negative vibes into positive. അപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു എൻവയൺമെൻറ്റിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള എൻവയൺമെൻറ്റിനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നെഗറ്റീവ് വൈബൊക്കെ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെള്ളം കൊണ്ടൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. വെള്ളം കൊണ്ട് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം വെള്ളത്തിന് നല്ല പവറുള്ള ഒരു സാധനമാണ്, സൂപ്പർ ഫ്ലൂയിഡാണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യണത് വളരെ നല്ലതാണ്. ഇപ്പോൾ റമദാനായി ആ ഒരു റമദാൻ നമ്മളെപ്പോഴും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ഇതാണ്. മുസ്ലിംസ് എല്ലാവരും ഡീപ്പ് ക്ലീനിങ്ങിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻനെസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻസൊക്കെ നടക്കുന്നത് ഒരു ക്ലീൻഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിലാണ്. പിന്നെ നമുക്ക് ഈ ക്ലീനിങ് ഒരുപാട് വലിയൊരു ടാസ്ക്കാണെന്നൊക്കെ തോന്നണവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഫേക്ക് ചെയ്ത് ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അതിനെ ഒരു സ്ട്രാറ്റജി അതുണ്ടാക്കുക, പിന്നെ അതിനെ ഒരു പാട്ടൊക്കെ വെച്ച് ആ ക്ലീനിങ് എന്നുള്ള പ്രോസസ്സിനെ ഒരു വലിയൊരു മൈൻഡിലേക്ക് അതത്ര വലിയൊരു ടാസ്ക്കാണ് എടുക്കാതെ അത് എൻജോയ് ചെയ്ത് ചെയ്യുക ക്ലീനിങ്. അപ്പോൾ തന്നെ നമ്മുടെ ഡ്രീംസൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഈ ക്ലീനിങ് എന്ന് പറയുന്ന ടാസ്ക് നമുക്ക് എളുപ്പം ചെയ്ത് കഴിക്കാൻ തോന്നും. പിന്നെ ക്ലീനിങ്ങിൽ ഒരുപാട് പറയുന്നുണ്ട്. വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളത്തിന് ഒരുപാട് പവർ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ക്ലട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വാർഡ്രോബുകൾ നമ്മുടെ എല്ലാം ക്ലീൻ ചെയ്ത് ക്ലട്ടറൊക്കെ കളയുക. അതായത് നമ്മുടെ വേസ്റ്റുകളൊക്കെ അതായത് ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഡംപ് ചെയ്യുക. വി ഷുഡ് ഡംപ് വേസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഡ്രസ്സാവട്ടെ, എന്തെങ്കിലും നമ്മൾ മെറ്റീരിയൽസ് ആവട്ടെ, ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കേടായ ഫോൺ വെറുതെ വീട്ടിലിരിക്കണം, അത് കേടായി കിടന്നിട്ടും നമ്മളത് കളയാതെ വെച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, കളഞ്ഞേക്കാം. ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ഇപ്പോൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുത്തേക്കാം. ഒരുപാട് പഴയ തുണികളൊക്കെ വീട്ടിലിരിക്കണമെങ്കിൽ അതൊക്കെ ഒന്നില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു വിടുക, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. പിന്നെ ബുക്സൊക്കെ ഒരുപാട് നമ്മൾ തീരെ വായിക്കാത്ത ഒരുപാട് പഴയ നോട്ട്സ് അതൊന്നും വീട്ടിലിട്ട് പിന്നെ വേസ്റ്റ് കൂട്ടി വെക്കാതെ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തേക്കുക. ഈ ഡംപ് ചെയ്യേണ്ട വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യാൻ വേണം കേട്ടോ, അതായത് കൂട്ടി വെക്കരുത്. കാരണം നമ്മളിലേക്ക് വരേണ്ട ഒരുപാട് നമ്മുടെ ഡ്രീംസിനെ അത് തടയും. ഇങ്ങനെ ഈ ഡംപ്ഡ് വേസ്റ്റ് അല്ലെങ്കിൽ ക്ലട്ടേഴ്സൊക്കെ നമുക്ക് ഡംപ് ചെയ്യേണ്ട വേസ്റ്റുകൾ ഇങ്ങനെ നമ്മുടെ മക്കളാവട്ടെ അത് നമ്മുടെ പ്രോഗ്രസ്സിനെ തടയും, നമ്മുടെ മാനിഫെസ്റ്റേഷൻസിന് ഒക്കെ തടയും. അതുകൊണ്ട് ഈ ക്ലീൻ ചെയ്യുന്ന സമയം നമ്മൾ ഒരു എവരി 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ എവരി 3 months കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. ഈ വേസ്റ്റ് കളയണത് ഒരു 6 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡ്രീംസൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മാനിഫെസ്റ്റ് എന്ന് പറയാൻ ജസ്റ്റ് നമ്മുടെ ഡ്രീംസ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു, പ്യുവർ ഇൻറ്റൻഷൻ ആൻഡ് പ്യുവർ ഹാർട്ട്. ഇത് അങ്ങനെയുള്ള ഒരാൾക്ക് എളുപ്പം നമ്മുടെ ഡ്രീംസിൻ്റെ റിയാലിറ്റി ആയിട്ട് കാണാൻ കഴിയും. ആ റിയാലിറ്റിയായി കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറയും. നമ്മളെന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ച് കിട്ടണം. നമ്മുടെ തോട്ട്സ്, നമ്മുടെ പ്രോസസ്സ്, നമ്മളെന്തൊക്കെ തിങ്ക് ചെയ്യണം, നമ്മളെന്തൊക്കെ പറയുന്നു, നമ്മളെന്തൊക്കെ പ്രവർത്തിക്കുന്നു, ഇത് മൂന്നും അതിനനുസരിച്ച് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന നെഗറ്റീവ് തോട്ട്സിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു ഡ്രീംസ് ഒന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഈ ക്ലീൻ എൻവയൺമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ ഈസ് ഡിസിപ്ലിൻ. പിന്നെ ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ് വർക്കിനെ കുറിച്ച് പറയാം. ഡിസിപ്ലിൻ എൻ്റെ കൂടെ തന്നെ ഒരു ഹാർഡ് വർക്കും വേണം. അതായത് ഡിസിപ്ലിനായിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യണം അല്ലേ. നമ്മൾ അതായത് തീരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചിലർക്ക് ചെറുപ്പത്തിൽ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഹാബിറ്റ് കിട്ടിയവരുണ്ടാവും. ഇനി അത് ഹാബിറ്റ് അല്ലാത്തവർ അത് ഹാബിറ്റാക്കി എടുക്കുക. കാരണം ഡിസിപ്ലിൻ ആവണം എന്നുള്ളത് നമ്മളുടെ വളരെ അത്യാവശ്യം ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെയും പറഞ്ഞ് പഠിപ്പിക്കുക. കാരണം ഒരു എന്തെങ്കിലും സാധനം ഇപ്പോൾ ഫ്രം ദ ബെഡ് വി ഷുഡ് സ്റ്റാർട്ട് ദ ഡിസിപ്ലിൻ മാനർ. അതായത് നമ്മൾ എഴുന്നേറ്റുടനെ തന്നെ ബെഡൊക്കെ മേക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തെടുത്താലും ഒക്കെ ചെയ്താലും അതൊക്കെ അതിൻ്റെ ഇപ്പോൾ എന്ത് കാര്യങ്ങളും എടുത്താലും ചെയ്താലും അതിൻ്റെ സ്ഥാനത്തിൽ തിരിച്ചെടുത്ത് വെക്കുക. പിന്നെ മെസ്ഡായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഒരുപാട് വലിച്ചിടുന്ന സ്വഭാവം നമുക്കില്ലാതിരിക്കുക. പിന്നെ നമ്മൾ റൂം കണ്ട ഒരാളും പറയില്ല മെസ്സി എൻവയൺമെൻറ്റാണ് പറയരുത്. പിന്നെ ഇപ്പം നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവണം ആ സ്ഥലത്തൊക്കെ നമ്മളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അത് ഒരുവിധം ഡിസിപ്ലിൻഡ് ആവാൻ നോക്കാം. അതായത് ഒരു ഫേമസ് ആയ ഒരാൾ പഠിത്തം ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഇഫ് യു ആർ നോട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓർ നോട്ട് ദ ബെസ്റ്റ് in your room or not the best in your family or not the most talented in your family, it doesn't matter. You can compete with anyone if you have discipline and hard work. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസിപ്ലിൻ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. യു ക്യാൻ കോമ്പീറ്റ് വിത്ത് എവരി വൺ ആൻഡ് യു ക്യാൻ ഔട്ട്ഗ്രോ വിത്ത് ദ മോസ്റ്റ് ടാലൻറ്റഡ് പേഴ്സൺ ഇഫ് യു ഹാവ് ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം നമ്മളും മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ കൂടെ മക്കളെയും അതുപോലെ നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കണവരെയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ വരുന്ന കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയട്ടെ. ഇപ്പോൾ കൺസിസ്റ്റൻ്റായി ഒരു കാര്യം ഒരു ദിവസം ചെയ്തുകൊണ്ട് മാത്രം ഒന്നും നമുക്ക് ആവില്ല കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജിമ്മിൽ പോണ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ജിമ്മിൽ പോണ ഒരാൾ ഒരു ദിവസം പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നോക്കണം. എന്നിട്ട് പറയും, അയ്യോ ഞാൻ ഇത്രയും വർക്കൗട്ട് ചെയ്തു, എൻ്റെ ഇത്രയും കാലറീസൊക്കെ ബേൺ ചെയ്തിട്ടും എൻ്റെ വെയിറ്റൊന്നും കുറഞ്ഞിട്ടില്ല. ഒരു ദിവസം കൊണ്ടൊന്നും അയാൾ വെയിറ്റ് കുറയില്ല അല്ലേ. അയാൾ ഉദ്ദേശിച്ച വെയിറ്റിലേക്ക് എത്തണമെങ്കിൽ അയാൾ ഒരുപാട് വർക്ക് ചെയ്യും. 3 months അപ്പോൾ 6 months ഒക്കെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും ആവണ കാര്യമല്ലേ നമ്മളെ ബോഡിയുടെ വെയിറ്റ് കുറയണതൊന്നും. അപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾ പക്ഷേ കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണോണ്ട് തന്നെ കൺസിസ്റ്റൻസി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാവട്ടെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻസിലുമാണെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഒരാളോട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അയാളത് സ്വീകരിക്കണില്ല എങ്കിൽ നമ്മൾ ആ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ റിലേഷൻ ഗ്രോ ചെയ്യണമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു എഫക്റ്റീവ് കീ ആണ്. ലീഡർഷിപ്പിലേക്കുള്ള എഫക്റ്റീവ് കീയാണ് കൺസിസ്റ്റൻസി. നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിലിയിൽ നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടണമെങ്കിലും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലും നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യം നമ്മൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാം ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിലും കൺസിസ്റ്റൻസി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കീ. സോ മെയിൻറ്റെയിൻ ദീസ് 3 goals: cleanliness, discipline and consistency. Thank you all. If you like, please share. If you like this video, please share and subscribe. Okay, thank you.